എക്സിറ്റ് പോൾ പുറത്തു വന്നതോടെ മമതയുടെ പിരിയിളകി എന്ന് വേണം പറയാൻ. അങ്ങനെയെങ്കിൽ മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുമ്പോൾ എന്താകും മമതയുടെ അവസ്ഥ എന്ന് അന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. തോൽവി ഏതാണ്ട് ഉറപ്പിച്ചതോടെ തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായ ആക്രമണമാണ് പശ്ചിമ ബംഗാളിൽ നടത്തുന്നത്. മിക്കവാറും ഇവന്മാർ പട്ടാളക്കാരുടെ കൈകൊണ്ട് മരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് കല്യാൺ ബാനർജി ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അതായത് 28-ന് പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമിത്ഷായെ ഗുണ്ടയെന്നും ജല്ലാദെന്നും ഭീരുവെന്നും വൃത്തികെട്ട മനുഷ്യനെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കല്യാൺ ബാനർജി വിളിച്ചത്. ഇതോടെ വലിയ രീതിയിൽ കല്യാൺ ബാനർജിക്ക് നേരെ പ്രതിഷേധം ഉയരുകയാണ്. BJPക്കും കേന്ദ്ര ഏജൻസികൾക്കുമെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആക്രമണ രീതിയിൽ നടത്താനുള്ള ഓരോ നീക്കങ്ങളാണ്, അതായത് ഒരു ആക്രമണം അഴിച്ചുവിടാനുള്ള നീക്കമാണ് മമതയുടെ പാർട്ടിയും മമതയും പശ്ചിമ ബംഗാളിൽ ചെയ്തു കൂട്ടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാക്കളെ ഭീഷണിപ്പെടുത്താനാണ് അമിത്ഷാ വന്നതെന്നാണ് കല്യാൺ ബാനർജി ആരോപിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് TMC MP അതിരുകടന്ന് അധിക്ഷേപവും കൂടാതെ പ്രകോപനം സൃഷ്ടിക്കുന്നതുമായ പരാമർശം നടത്തിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് പശ്ചിമ ബംഗാളിൽ വഴിവെച്ചിട്ടുള്ളത്. അമിത്ഷായെ ലക്ഷ്യം വെച്ച് എന്നത് മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നതും ഗൗരവമേറിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് കല്യാൺ ബാനർജിക്കെതിരെ കേസ് വൈകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാനുള്ള ഒരു ഉത്തരവിടും. കൂടാതെ അമിത്ഷാ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ആണ് കല്യാൺ ബാനർജി അമിത്ഷയ്ക്കെതിരെ ഒരു പരാമർശം നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസിനെ ലക്ഷ്യം വയ്ക്കാൻ BJP പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നുവെന്ന് ബാനർജി കുറ്റപ്പെടുത്തുന്നുണ്ട്. ഗുജറാത്തിൽ അദ്ദേഹം ഒരു ഗുണ്ടയായിരുന്നുവെന്നും ഗുണ്ട എന്നാൽ അത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നുവെന്നാണ് കല്യാൺ ബാനർജി പറഞ്ഞത്. അമിത്ഷായുടെ ഗുജറാത്തിലെ രാഷ്ട്രീയ വേരുകളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പരാമർശങ്ങളും ബാനർജി നടത്തി. ആഭ്യന്തരമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് പിന്നെ പശ്ചിമ ബംഗാളിൽ കണ്ടത്. പശ്ചിമ ബംഗാളിൽ ഗവർണർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, CISF, CRPF എന്നിവർ തൃണമൂൽ കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും കല്യാൺ ബാനർജി ആരോപിക്കുന്നുണ്ട്. ഗവർണർ ഞങ്ങൾക്കെതിരാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്കെതിരാണ്, CISFും CRPFും എല്ലാ കേന്ദ്ര സംവിധാനങ്ങളും ഞങ്ങൾക്ക് എതിരാണെന്നാണ് ബാനർജി വിളിച്ചു പറയുന്നത്. ഈ പരാമർശങ്ങൾ പുതിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് വഴിവെച്ചിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ TMC MP ഉപയോഗിച്ച ഭാഷയെ BJP ശക്തമായി വിമർശിക്കുകയും അവലംബിക്കുകയുമാണ് ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി 48 മണിക്കൂർ അവശേഷിക്കെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഉടൻ പശ്ചിമ ബംഗാളിൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി BJPയാണ് പശ്ചിമ ബംഗാളിൽ വിജയിക്കുന്നതെങ്കിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു കലാപത്തിന് വഴിവെക്കും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും 1, 2, 3 മാസത്തേക്ക് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമിച്ച അർദ്ധസൈനിക വിഭാഗം അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുമെന്ന് അമിത്ഷാ തന്നെ പറഞ്ഞത്.